നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പെട്ടെന്ന് പറഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ 3 സൈഡ് ഡിഷുകളാണ്. പെട്ടെന്ന് തയ്യാറാക്കാന്നുള്ളതുകൊണ്ട് നല്ല രുചിയൊക്കെ തന്നെയാണ് കേട്ടോ. മടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ചോറിനാ നേരത്തെ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് തട്ടിക്കൂട്ടാൻ തോന്നില്ലേ, അങ്ങനെ തട്ടിക്കൂട്ടാൻ പറ്റിയിട്ടുള്ള 3 സൈഡ് ഡിഷുകളാണ്. എസ്പെഷ്യലി ബാച്ചിലേഴ്സിന് പറ്റിയ തട്ടിക്കൂട്ട് റെസിപ്പീസ് ആണ്. അപ്പോൾ നല്ല രുചിയാണ്. വെച്ചാൽ തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചിട്ട് രുചിയില്ലാതെ ഒന്നുമില്ല, നല്ല രുചി തന്നെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ സെക്കൻഡുകൾക്കുള്ളിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള 3 സൈഡ് ഡിഷ് റെസിപ്പീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ആദ്യത്തെ സൈഡ് ഡിഷ് പുളിയിഞ്ചിയുടെ ഒക്കെ സ്വാദുള്ള ഒരു പുളി ചട്നിയാണ്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ കേടുകൂടാതെ ഇരുന്നോളൂ. അതിനുവേണ്ടി ഞാൻ വാളംപുളിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ്. ഒരു 25 ഗ്രാമൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് ഏകദേശം. ഇത് ഞാനൊന്ന് കഴുകിയിട്ട് വരട്ടെ. ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് കുതിർന്നോളൂ കേട്ടോ. ആ സമയത്ത് നമുക്ക് അതിനകത്തോട്ട് ഇടാനുള്ള സാധനങ്ങളൊന്ന് മുറിച്ചെടുക്കാം. അപ്പം പുളി കുതിർത്ത് വെച്ച് ആ സമയത്ത് നമുക്ക് ഇതെല്ലാം മുറിച്ചെടുത്ത് വെക്കാം. ഞാൻ സവാള, ഒരു ചെറിയ കഷ്ണം സവാള നല്ല പൊടിപൊടിയായിട്ട് അരിഞ്ഞതാണ്. ഇതിപ്പോൾ ഏകദേശം 1 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. പിന്നെ ഇഞ്ചിയാണ്. ഇഞ്ചി ഞാൻ ഒരു 1/2 ടീസ്പൂണൊക്കെ ചെറിയൊരു കഷ്ണം എടുത്ത് കൊത്തി അരിഞ്ഞതാണ്. അതുപോലെ പച്ചമുളകും ഒരു പച്ചമുളക് എടുത്ത് നടുകെ കീറിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. ചെറുതായിട്ട് അരിഞ്ഞു വെക്കുന്നതാണ് നല്ലത്. വെളുത്തുള്ളി, ഒരു വലിയ വെളുത്തുള്ളിയായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഒരു 5-6 കറിവേപ്പില, ചെറിയ ഇലയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനതും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുളി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞ് എടുക്കുമ്പോഴത്തേക്ക് ഇതിപ്പോൾ നന്നായിട്ട് നല്ല കൊഴുത്ത ആ ഒരു പരുവത്തിനാണുള്ളത്. നല്ല കൊഴുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. നമുക്ക് അരിപ്പേ കൂടെ അരിച്ച് എടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ അരിക്കുന്നില്ല. പിന്നെ ഈ വെള്ളം കുതിർക്കാനായിട്ട് ഒഴിച്ചു വെക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം തന്നെ എടുക്കണം കേട്ടോ, പച്ചവെള്ളം എടുക്കരുത്. അപ്പോൾ നല്ല കുറുകിയ പരുവത്തിലാണുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇത്രയും ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് അത് കുറച്ച് മുന്നോട്ട് വേണ്ടി വരും, കാരണം പുളിയല്ലേ, അപ്പോൾ ഉപ്പ് വേണ്ടി വരും. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതൊന്നും നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പഞ്ചസാരയാണ് ഇടുന്നതെങ്കിൽ ഇത്രയ്ക്ക് വേണ്ട, ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ശർക്കര ഇട്ട് ഇങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഒന്ന് ലൂസായിക്കോളും. നല്ല ശർക്കരയാണ് മാത്രമേ ഇങ്ങനെ ഇടാവുള്ളൂ. കറുത്ത ശർക്കരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കല്ല് അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയിട്ട് അരിച്ചെടുത്താൽ മതി. നമുക്കൊന്ന് ഇളക്കിയിട്ട് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. മധുരം വേണം, പുളിയും വേണം, ഉപ്പും എരിവെല്ലാം വേണം. അപ്പോൾ ആ ഒരു പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് പുളിയൊക്കെ നോക്കട്ടെ. പുളിയുണ്ട്, നന്നായിട്ടൊന്ന് ഇളക്കി. ഇതിൻ്റെ ആ ഒരു, നമ്മളിപ്പോൾ പുളിയിഞ്ചിയൊക്കെ കഴിക്കുമ്പോൾ ഒരു മധുരം ഉണ്ടാവില്ലേ, ആ ഒരു മധുരം വേണം കേട്ടോ. മധുരവും വേണം, പുളിയും വേണം, ഉപ്പും വേണം, എരിവും വേണം. പച്ചമുളകൊക്കെ എരിവുള്ളതാണെങ്കിൽ അത് സൂക്ഷിച്ചിടുക, അധികമായി പോകാതെ സൂക്ഷിക്കുക. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്, എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എളുപ്പത്തിൽ കഴിഞ്ഞില്ല, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. ഇപ്പം പണ്ടത്തെ അമ്മാമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു പെട്ടെന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും ഒന്നും ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ഒരു കറി. ഇതൊക്കെ ബാച്ചിലേഴ്സിനൊക്കെ നല്ല ഒരു റെസിപ്പിയാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ ഒന്നും വേണ്ട, എളുപ്പമാണല്ലോ. ചെറിയ സാധനങ്ങളെല്ലാം എടുത്തിട്ട് അങ്ങ് ഉണ്ടാക്കിയാൽ മതി, തേങ്ങയൊന്നും വേണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ആദ്യത്തെ സൈഡ് ഡിഷ്. എത്ര പെട്ടെന്ന് കഴിഞ്ഞു, സെക്കൻഡുകൾക്കുള്ളിൽ. നമ്മൾ തിളപ്പിക്കുക വേവിക്കുക ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ അനുസരിച്ച് കൂട്ടാം. ആ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിയുടെയും ആ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് ഇതിൽ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചാറിലേക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് ഇറങ്ങും. നമുക്ക് കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് സെർവ് ചെയ്യാം. ഇനി നമ്മുടെ അടുത്ത സൈഡ് ഡിഷ് എന്ന് പറയുന്നത് പുളിയും മുളകും ചാലിച്ചതാണ്. ഇതൊരു പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം, എന്നാലും ഒരുപാട് പേരുണ്ട് അറിയാത്തതായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം പുളി, ഒരു തണ്ട് കറിവേപ്പില. ഇത് നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം.
ചെറിയ ഉള്ളി ഒന്ന് ജസ്റ്റ് രണ്ടായിട്ടൊന്ന് കീറിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ചതഞ്ഞ് കിട്ടാനായിട്ട്. പച്ചമുളക് ഞാനിത് അറ്റം ഒന്ന് കട്ട് ചെയ്ത് കളയുവാണ്. കറിവേപ്പില ഒരു 4-5 ഇല ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പുളി, ഒരു നെല്ലിക്ക വലിപ്പം ഒന്നും വേണ്ട, ചെറിയൊരു കഷ്ണം മതി. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് അധികമായി പോകരുത്, കാരണം നമ്മൾ തേങ്ങ ഒന്നും ഇടുന്നില്ല. ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, ഒന്ന് ചതച്ചെടുത്തോണ്ട് വരും. ഇപ്പം നമ്മൾ അമ്മിക്കല്ലൊക്കെ ഉണ്ട്, അമ്മിക്കല്ലിൽ ചതക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും കേട്ടോ. അമ്മിക്കല്ലിലുണ്ടെങ്കിൽ അതുപോലെ ചെയ്തോളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. എല്ലാവരുടെ അടുത്തും ഇപ്പം അമ്മിക്കല്ലൊന്നും ഇല്ല, എനിക്കും ഇല്ല അമ്മിക്കല്ല്. അപ്പോൾ നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇതിപ്പം ഒന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് ചതഞ്ഞിട്ടുണ്ട്. ഒന്ന് തീരെ അങ്ങ് ചതയാതിരിക്കരുത് കേട്ടോ. കുറച്ച് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയിൽ ചാലിച്ചിട്ടാണ് നമ്മളത് കഴിക്കുന്നത്. വെളിച്ചെണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടെ കൂടുതൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നല്ല രുചിയാണ്. എന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് കറികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഒന്ന് തൊട്ട് കൂട്ടാനും, ചോറിന് തൊട്ട് കൂട്ടാനും, ചോറിന് കൂട്ടി കഴിക്കാനും, കപ്പയ്ക്കാണെങ്കിലും ഒക്കെ കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണ്. ഉപ്പൊക്കെ നോക്കി, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചുകൂടെ ഉപ്പ് വേണം തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നാടൻ കറികളാണ് കേട്ടോ. പണ്ടൊക്കെ ഉള്ളവർ അമ്മമാരൊക്കെ ഇങ്ങനെ അമ്മിക്കല്ലിലൊക്കെ വെച്ച് ഇടിച്ച് ഉണ്ടാക്കുന്ന അതാണ്. അതിപ്പോൾ നമുക്ക് കല്ലില്ലെങ്കിലും മിക്സിയുടെ ജാറിലിട്ട് അരച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇനിയാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷ്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ, അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. തൈരാണ് ഒഴിക്കുന്നത്. ഒരു 1/4 കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട്. സ്പൂൺ കൊണ്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് വേണം എടുക്കാനായിട്ട്. അപ്പോൾ കട്ട ഉടഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇത്ര ഈസിയാണ്. ഇതിന് ഒരു സെക്കൻഡ് പോലും വേണ്ട. നന്നായിട്ടൊന്ന് മുളക് പൊടിയൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതിപ്പോൾ പൊടിച്ച മുളക് പൊടിയാണ്. അത് ഞാൻ പാക്കറ്റ് വാങ്ങിക്കാറില്ല. മുളക് വാങ്ങിച്ചിട്ട് കഴുകിയിട്ട് ഉണക്കി പൊടിപ്പിച്ച് വെക്കാറാണ്. അപ്പം എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഉപ്പ് നോക്കിക്കോട്ടെ. ഉപ്പൊക്കെ ഉണ്ട്, എരിവുണ്ട്, കറക്റ്റാണ് കേട്ടോ. പുളിയൊക്കെ ഉള്ള അത്യാവശ്യം പുളിയുള്ള തൈരാണ് നല്ലത്. ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ? ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ് ഇത്. ചോറിനൊക്കെ കൂട്ടി കഴിക്കാം കേട്ടോ. ശരിക്കും നല്ല ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഇതിൻ്റെ പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ചേച്ചിയുണ്ട്, ജോലിക്ക് ചെയ്യുന്ന ചേച്ചി. ആ ചേച്ചി ഉണ്ടാക്കുന്നതായിരുന്നു. അവർ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ അവർക്കൊന്നും വീട്ടിലങ്ങനെ കറിയൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റൂല. പക്ഷേ പിന്നെ എല്ലാ ദിവസവും മീനും അങ്ങനത്തെ ഒന്നും ഉണ്ടാവുമൊന്നുമില്ല. അപ്പോൾ അവരുണ്ടാക്കുന്ന ഒരു സൈഡ് ഡിഷായിരുന്നു ഇത്. പക്ഷേ എനിക്കും ഇഷ്ടം. അവരുണ്ടാക്കുന്ന സമയത്ത് ഞാൻ അവരുടെ കൂടെ പോയിട്ട് കഴിക്കാറുണ്ടായിരുന്നു. നല്ലൊരു ടേസ്റ്റ്. അത്യാവശ്യം വലിയ ടേസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ നമുക്ക് ചോറിനൊക്കെ കൂട്ടി കഴിക്കാം. ഒരു തോരനോ അല്ലെങ്കിൽ ഒരു മീൻ വറുത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി ചോറ് കൂട്ടി കഴിക്കാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ 3 സൈഡ് ഡിഷും സെർവ് ചെയ്യാണ്. ഇതിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിക്കാം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടം. ഒരുപാട് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടും കഴിക്കാം. നമ്മുടെ ഈസിയസ്റ്റ് സൈഡ് ഡിഷ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ 3 സൈഡ് ഡിഷുകളാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.